മേക്കപ്പ് ആൻഡ് സ്കിൻ കെയർ ഒരു ജേർണി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൾച്ചർ തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല സത്യം. എനിക്ക് ഇതിൻ്റെ ഒരു ക്ലിയർ എക്സാമ്പിൾ പറയാൻ പറ്റുക എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്. ഞാനും എൻ്റെ ചേച്ചിയും തമ്മിൽ ഒരു 5-6 വയസ്സിന് വ്യത്യാസമുണ്ട്. ഞാൻ ചെറുതായിട്ടൊക്കെ ആണെങ്കിലും സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ആളാണ്. ഒരു ഫേസ് വാഷ് ആൻഡ് മോയ്സ്ചറൈസർ അതാണ് കേട്ടോ മാക്സിമം. എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോഴൊക്കെ അത്യാവശ്യം കുറച്ച് മേക്കപ്പ് ഇടാറുണ്ട്. വല്ലാണ്ട് ലെയർ ചെയ്യാറില്ല, എന്നാലും ചെറുതായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യാറുണ്ട്. എൻ്റെ ചേച്ചി എന്തുകൊണ്ടോ എനിക്ക് തോന്നും ഇപ്പോഴത്തെ ഒരു ജനറേഷനിലേ പെട്ട ആളല്ലാന്ന്. ആൾക്ക് സ്കിൻ കെയറും ഇല്ല, മേക്കപ്പും ഇല്ല, ഒന്നുമില്ല. നല്ല ഫുഡൊക്കെ നല്ലോണം കഴിക്കും, വെള്ളമൊക്കെ കുടിക്കും, അത്ര തന്നെയുള്ളൂ. പക്ഷേ ആളുടെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നേലും വളരെ സോഫ്റ്റാണ്. എസ്പെഷ്യലി മുഖത്തൊക്കെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റാണ്. ബേബി സോഫ്റ്റ് സ്കിൻ എന്ന് പറയില്ല, അതുപോലെയാണ്. എൻ്റെ അത്ര സോഫ്റ്റ് അല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ലതായി വരുന്നതിന് പകരം കുറച്ചും കൂടി അതിന് നമുക്ക് ഒരു ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ സ്കിൻ കെയർ ഇല്ലാണ്ട് നമ്മുടെ സ്കിൻ ബെറ്റർ ആവേ ഇല്ല, നന്നാവേ ഇല്ല എന്നുള്ളൊരു നമ്മൾ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്.